വെള്ളക്കടല ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്വിക്ക് റെസിപ്പിയാണ്. വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. ഫില്ലിംഗ് ആണ്. നമുക്ക് ചോറ് കഴിക്കുമ്പോൾ ഇതുപോലെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് മതിയാവാതെ വരും. അപ്പോൾ അതിന് പകരമുള്ള ഇതുപോലെയുള്ള ഐറ്റംസ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി കുറച്ച് ചോറിൻ്റെ അത്രയും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. വയറ് ഫില്ലാവുകയും ചെയ്യും. ആവശ്യത്തിനുള്ള ന്യൂട്രീഷ്യൻസ് ഫൈബറും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇതിനകത്തൊക്കെ പ്രോട്ടീൻ കൂടുതലുള്ളതാണ്. പ്രോട്ടീൻ മാത്രമെന്ന് പറയുന്നില്ല, ആവശ്യത്തിന് കാർബും ഉണ്ട് ഇതിനകത്ത്. ഒരു നേരമൊക്കെ ഭക്ഷണം ഇതാക്കുവാണെങ്കിൽ 2 നേരമൊക്കെ ചോറ് കഴിക്കുന്നതിന് പകരമേ ഒരു നേരം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ആവശ്യമുള്ള സാധനങ്ങൾ വെള്ളക്കടല വേവിച്ചതാണ്. ഇത് ഉപ്പിട്ട് വേവിച്ച വെള്ളക്കടലയാണ് 1 കപ്പ് എടുക്കുന്നത്. പിന്നെ ഒരു ഹാഫ് സവോള, 2 പച്ചമുളക് അരിഞ്ഞത്, 1 ഇഞ്ച് കഷ്ണം വലിപ്പമുള്ള ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 ചെറിയ അല്ലി വെളുത്തുള്ളി ഉണ്ട്, പിന്നെ മല്ലിയിലയുണ്ട്. പിന്നെ വേണ്ടത് റവ, 1 മുട്ടയാണ്. ആദ്യം തന്നെ നമുക്ക് ഈ വെള്ളക്കടലയും പച്ചമുളകും ഇഞ്ചിയും കൊറിയാണ്ടർ ലീഫും കുറച്ച് ഉപ്പ്, ഇതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറിയ ഭയങ്കരമായിട്ട് നൈസായിട്ട് പൊടിഞ്ഞിട്ടൊന്നുമില്ല, കാരണം നമ്മളതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിനകത്തേക്ക് എന്താ പറയുക, റവ മിക്സ് ചെയ്യുക, അതുപോലെ മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ആ മുട്ട ഒന്ന് മിക്സായി വരണം, അത്രയേ ഉള്ളൂ കേട്ടോ. 1/4 കപ്പ് തൈരും കൂടെ ചേർക്കുക. ഇതിലോട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച സവോളയും കൂടെ ചേർക്കാം കേട്ടോ. സവോള ഏറ്റവും നൈസായിട്ട് അരിയാണെങ്കിൽ നല്ലത്, തീരെ കടിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക്. പക്ഷേ ഇത് ടേസ്റ്റാണ്. മിക്സ് ചെയ്യുക നല്ലപോലെ. ആവശ്യത്തിന് 1-2 സ്പൂണും കൂടെ വെള്ളം ചേർത്ത് ഒരു ഇച്ചിരി ലൂസാക്കണം. നമ്മുടെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഇത്തിരി കൂടെ ലൂസായി കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും എന്നുള്ളതേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് വയ്ക്കുമ്പോഴേ ഈ റവ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്തതാണ്. ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതിനകത്ത് എള്ളെണ്ണ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു തവ കോരി ഒഴിക്കുക. ഇങ്ങനെ നല്ല തവ ചൂടായതിനു ശേഷം ഒഴിക്കണം. ഒരുപാട് പരത്തി എടുക്കണ്ട, ഒരു സൈഡ് എടുക്കുക. ഇത് ആവിയിൽ വെച്ചും വേവിക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൻ്റെ ഇതിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ചെറിയ ഇതായിട്ടാണ് എടുക്കുന്നത്. ഒരു എന്താ പറയുക, വടയേക്കാളും ഇച്ചിരിയും കൂടെ, പരിപ്പ് വടേനേക്കാളും ഇച്ചിരിയും കൂടെ വലുപ്പത്തിൽ അതിനാക്കി എടുക്കുക. എത്ര എണ്ണം കിട്ടുന്നോ അത്രയും കഴിക്കാം നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ കിട്ടും. ഇപ്പോൾ എനിക്ക് ഇതുപോലത്തെ ഇതേ അളവിൽ 3 എണ്ണം കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണമെന്നില്ല കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം നിങ്ങൾ ചായയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാതിരിക്കുക. പരമാവധി നമുക്ക് ഇപ്പോൾ ചെറുതായിട്ട് ഉപ്പിട്ട നാരങ്ങ വെള്ളമില്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കുക. മധുരത്തിൻ്റെ അളവ്, പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക. തീരെ ഇല്ലയെന്നല്ല, തീരെ ഉപയോഗിക്കരുതെന്നല്ല, അളവ് കുറച്ച് കൊണ്ടുവരിക. ചെറിയ സ്റ്റെപ്സ് എടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിലധികമുള്ള ഫാറ്റും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. ഫൈബർ കൂട്ടുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.